പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിന് ലോക്സഭയിലും രാജ്യസഭയിലും മോദി മറുപടി നൽകി. ഈ മറുപടികളിലൊന്നും മോദിക്ക് ഫലപ്രദമായി രാഹുൽ അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങളെ നിഷേധിക്കാനായില്ല. രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിലാണ് മോദി പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് വാചാലനായത്. എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കരുത് എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു കൊല്ലത്തിലേറെയായി ഇരു വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം കൊല്ലുന്ന, പരസ്പരം നശിപ്പിക്കുന്ന മണിപ്പൂരിലേക്ക് ഒന്ന് പോകാനുള്ള ധൈര്യം നമ്മുടെ പ്രധാനമന്ത്രിക്കില്ലേ? അദ്ദേഹം പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ പോകുന്നുണ്ട് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ തോന്നുക ആഭ്യന്തരമന്ത്രി ഇടയ്ക്ക് പോകുന്നത് കൊണ്ടാണോ അവിടുത്തെ കലാപം അവസാനിക്കാത്തത് എന്ന് തോന്നിപ്പോകും. ഇത്തരത്തിലാണ് മണിപ്പൂരിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി രാജ്യസഭയിലുണ്ടായത്. സോണിയാഗാന്ധിയെ ഇരുത്തിക്കൊണ്ട് UPA സർക്കാരിൻ്റെ കാലത്ത് 10 കൊല്ലവും റിമോട്ട് കൺട്രോൾ ഭരണമായിരുന്നു മൻമോഹൻ സിംഗ് നടത്തിയത് എന്ന തരത്തിലുള്ള ആരോപണം വരെ അദ്ദേഹം നടത്തി. അതിനെല്ലാം ദളിതൻ കൂടിയായ കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെ കൂട്ടുനിന്നു എന്ന് പറയാനും പ്രധാനമന്ത്രി മടിച്ചില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ ജാതി പ്രധാനമന്ത്രി എടുത്തു പറയേണ്ട ഒരു വിഷയമല്ല. കാരണം ഖാർഗെ രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ്. ഈ പരാമർശം നടത്തിയപ്പോൾ മറുപടി പറയാൻ ഖാർഗെ എഴുന്നേറ്റെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല. ആലോചിച്ചു നോക്കൂ, രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ എത്ര മന്ത്രിമാരാണ് പ്രധാനമന്ത്രി അടക്കം എഴുന്നേൽക്കുകയും പ്രതിഷേധിക്കുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തത്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും സഭാ അധ്യക്ഷന്മാർ, സ്പീക്കർമാർ പക്ഷപാതപരമായ നിലപാടാണ് പ്രതിപക്ഷത്തോട് സ്വീകരിക്കുന്നത്. കാരണം പ്രതിപക്ഷങ്ങൾ സംസാരിക്കുമ്പോൾ സ്പീക്കർമാരുടെ മുഖം കണ്ടാൽ തന്നെ അവർ വളരെ അസംതൃപ്തരായും അവർ വളരെ വിരസമായിട്ടുമാണ് ആ ചർച്ചകൾ കേൾക്കുക. അതേസമയം BJP അംഗങ്ങൾ, അത് പ്രധാനമന്ത്രിയാകണമെന്നില്ല, BJPയുടെ ഏതംഗം സംസാരിച്ചാലും അതിൽ രസിക്കുകയും അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് സ്പീക്കർമാർ ഇരിക്കുന്നത്, സഭാധ്യക്ഷന്മാർ ഇരിക്കുന്നത്. ഒരിക്കലും അത് സഭാ ചട്ടങ്ങൾക്ക് ചേർന്ന ഒന്നല്ല. അതുകൊണ്ടാണ് മോദിയെ ഹസ്തദാനം ചെയ്യുമ്പോൾ തല കുനിച്ചെന്നും തനിക്ക് ഹസ്തദാനം നൽകിയപ്പോൾ നിവർന്നു നിന്ന് ആണ് അത് ചെയ്തതെന്നും അത് ശരിയല്ല എന്നും ആണ് രാഹുൽ സൂചിപ്പിച്ചത്. അപ്പോൾ അതിനെ എന്താ പറയുക, ബാലപ്രസംഗം, കുട്ടികളി എന്ന തരത്തിലാണ് മോദി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. കാരണം ക്ലാസ്സിൽ ചോറ് മോഷ്ടിച്ച, പൈസ മോഷ്ടിച്ച കുട്ടി പിന്നീട് എന്നെ നുള്ളി, എന്നെ അടിച്ചു എന്നൊക്കെ പരാതി പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. ആലോചിച്ചു നോക്കൂ, രാഹുൽ ഗാന്ധിയെ പോലെ ഓക്സ്ഫോർഡ് വിദ്യാഭ്യാസമുള്ള, വിദേശ വിദ്യാഭ്യാസമുള്ള, എല്ലാ സൗകര്യങ്ങളിലും വളർന്ന, എന്നാൽ കഴിഞ്ഞ 10-20 കൊല്ലമായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, ദീർഘകാലമായി MP ആയിരിക്കുന്ന ഒരാൾ, ഇന്ത്യ മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച ഇന്ത്യയിലെ ഏക നേതാവ്, അങ്ങനെയുള്ള ഒരു നേതാവിനെ സ്കൂൾ കുട്ടിയോട് പരാതി പറയുന്ന, ക്ലാസ് ടീച്ചറോട് പരാതി പറയുന്ന സ്കൂൾ ടീച്ചറോട് ഉപമിക്കുന്ന മോദിയെക്കുറിച്ച് എന്ത് പറയാനാണ്? കാരണം അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും വിവരവും അത്രയ്ക്കേ ഉള്ളൂ എന്ന് മാത്രമേ കരുതാനാവൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് ഗുരുതരമായ ആരോപണം രാഹുൽ ഉന്നയിച്ചിരുന്നു. കാരണം അഗ്നിവീറിലെ സൈനികനായ ഒരാൾ മരിച്ചിട്ട് അദ്ദേഹത്തിനെ രക്തസാക്ഷി എന്ന് പറയുന്നില്ല, ആ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം ഒന്നും നൽകിയില്ല എന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ രാജ്നാഥ് സിംഗ് എഴുന്നേറ്റ്, മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ആ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകി എന്നാണ്. അതേ കാര്യം
രാജ്യസഭയിലെ പ്രസംഗത്തിൽ മോദി ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ രാഹുൽ ഗാന്ധി പിന്നെയും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട സൈനികൻ്റെ, അഗ്നിവീർ സൈനികൻ്റെ അച്ഛൻ തന്നോട് നേരിട്ട് പറഞ്ഞതാണെന്നും അവർക്ക് ആ തുക ലഭിച്ചിട്ടില്ല എന്നുമാണ്. അപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രി രാജ്നാഥ് സിംഗും ലോക്സഭയിൽ പറഞ്ഞത് കള്ളമാണോ, അതോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണോ? ഇന്ത്യൻ ജനതയ്ക്ക് അതറിയാൻ കൗതുകമുണ്ട്. മറ്റൊന്ന്, മോദി ഉന്നയിച്ച ഗുരുതരമായ ആരോപണം അടിയന്തരാവസ്ഥ കാലത്ത് ലാലു അടക്കമുള്ളവരെ പിടിച്ച് ജയിലിലിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. അത് മറക്കരുത്, പുതിയ തലമുറ മറക്കരുത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ തെറ്റിക്കാവുന്ന തരത്തിൽ ഇന്ന് ഘടകകക്ഷികളുമായി യോജിക്കുന്ന ആളുകളെയൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് പീഡിപ്പിച്ചിട്ടുണ്ട്, അത് മറക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ ഘടകകക്ഷികളെ ആരെയും തന്നെ പേരെടുത്ത് വിമർശിക്കാനോ പരിഹസിക്കാനോ ഒന്നും മോദി തയ്യാറായുമില്ല. അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് തന്ത്രം അത് പാർലമെന്റിൽ ഇരുസഭകളിലും പയറ്റുന്ന തരത്തിലാണ് അദ്ദേഹം കോൺഗ്രസിനെ മാത്രം ലക്ഷ്യമാക്കി കോൺഗ്രസിനെ മാത്രം കടന്നാക്രമിച്ചത്. അത് ശരിയാണോ? പ്രതിപക്ഷം എന്ന നിലയിൽ ഇന്ത്യ മുന്നണി ഒരു ബ്ലോക്കായി ഇരിക്കുകയും അവർ ആശയപരമായി ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പ്രസംഗമാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തേണ്ടത്? പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാനാണ് മോദി ശ്രമിക്കേണ്ടിയിരുന്നത്. മറ്റൊന്ന്, ഹിന്ദുക്കളെ ആകെ രാഹുൽ ഗാന്ധി അടച്ചാക്ഷേപിച്ചു എന്ന മട്ടിലാണ് മോദി പ്രസംഗിച്ചത്. ഇതിൻ്റെ പേരിൽ ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസ് BJP പ്രവർത്തകർ ആക്രമിക്കുകയും ചെയ്തു. എന്ത് അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണമാണ്. കാരണം പ്രസംഗത്തിൽ BJPക്കാരായ ഹിന്ദുക്കളെ ആണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. RSS ആയാലും BJPക്കാരായാലും അവർ പറയുന്ന ഹിന്ദുത്വമല്ല യഥാർത്ഥ ഹിന്ദുത്വം. ഹിന്ദുക്കൾ അക്രമാസക്തരല്ല, ഹിന്ദുക്കൾ അക്രമത്തിൽ വിശ്വസിക്കുന്നവരല്ല. ആ മട്ടിലാണ് അദ്ദേഹം ഉടനീളം സംസാരിച്ചത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തെ ഇത്തരത്തിൽ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മോദി പ്രസംഗിക്കുകയും അതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇരു സഭകളിലും സഭാധ്യക്ഷന്മാർ സ്വീകരിക്കുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ പോരാ, അത് ഉൾക്കൊള്ളണം എന്നാണ് മോദി പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള എന്ത് നടപടികളാണ് മോദി സർക്കാർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കഴിയുമോ?